അപ്പം നമ്മൾ കഴിഞ്ഞൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഫുൾ വീഡിയോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ബി ഷേപ്പിലായിരുന്നു നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാനിങ്ങനെ കുറച്ച് റൗണ്ട്സ് വരച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ആദ്യം വരച്ചിരിക്കുന്നത് 4 പീസായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്, 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 അങ്ങനെ ഒരു രീതിയിലാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഓവൻ റോസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്കി ഒരു ഡിസൈൻ, ഒരു ലീഫല്ല, വള്ളി പോലെ താഴേക്ക് വരുന്ന പോലെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടെ വരച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഡിസൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ പേന വെച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പലതിലും ഞാൻ പേന വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വരയ്ക്കാനുള്ള ആ ഒരു പെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പേന വെച്ചത്. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. പരമാവധി അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ തന്നെ ഡ്രസ്സാണെങ്കിലും ഓക്കെ, പ്രോബ്ലം ഇല്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് നല്ല ശരിക്കും നമ്മളിതിൽ വരയ്ക്കുന്ന ആ പെൻ ഉപയോഗിച്ച് തന്നെ വരയ്ക്കാം. പെന്നോ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ലീഫിലും ഒരു ഇതള് പോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ ഇതളും നമ്മൾ ഉള്ളിലേക്കായിരിക്കും കുത്തി വിടുന്നുണ്ടാവുക സൂചി. അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഓരോന്നിനെ ഒന്നിടവിട്ട് വേണം ഇത് ഇങ്ങനെ കുത്തി വിടാൻ പാടില്ല. ജസ്റ്റ് ആ നൂലിൻ്റെ അടിയിൽ കൂടെ സൂചി വരാൻ മാത്രമേ പാടുള്ളൂ. നൂല് അതുപോലെ തന്നെ പോരുകയാണ് ചെയ്യേണ്ടത്. അതിന് ഞാൻ തിരിച്ചാണ് സൂചി പിടിക്കുന്നത്. കാരണം നേരെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നെറ്റും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ട് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് തിരിച്ചാണ് എടുക്കുന്നത്. അപ്പം കുറച്ചുകൂടെ സോഫ്റ്റായ ഏരിയ ആണല്ലോ അത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇത് തുണിയെ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ കെട്ട് വീടാതെ നോക്കണം. അപ്പം നമ്മൾ അങ്ങനെ അടിയിൽ കൂടെ വളരെ സ്മൂത്തായിട്ട് എടുക്കുക. ഒരുപാട് വലിക്കാനും പാടില്ല, എന്നാൽ നൈസായിരിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വിപ്പിഡ് റണ്ണിങ് ആണ്. അപ്പോൾ സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ റണ്ണിങ് ചെയ്യാം. റണ്ണിങ് ചെയ്യാനായിട്ട് ആദ്യം അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ഒരു വളരെ ഏറ്റവും ചെറുതാവുന്നതാണ് കുറച്ചുകൂടി ഭംഗി തരുന്നുണ്ടാവുക. അപ്പോൾ ചെറിയൊരു സ്റ്റാൻസ് ഇതുപോലെ ആദ്യം എടുക്കുക. എന്നിട്ട് ആ ആദ്യം എടുത്ത അതേ ഡിസ്റ്റൻസിൽ തന്നെ കുറച്ച് മാറി അടുത്തത് എടുക്കുക. അപ്പോൾ റണ്ണിങ് കഴിയുമ്പോൾ നമുക്ക് വിപ്പിഡ് എന്നുള്ളത് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് കുത്തിയിട്ട് നേരത്തെ നമ്മൾ ഓവൻ റോസ് ചെയ്തപ്പോൾ ഇടയ്ക്കൂടെ കയറ്റി വിട്ടതുപോലെ ഇതും അതേപോലെ ഇടയ്ക്ക് കയറ്റി വിടുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ ഏത് സൈഡിൽ കൂടെയാണോ വിടുന്നത് ആ സൈഡിൽ കൂടെ തന്നെ നെക്സ്റ്റ് എടുക്കുമ്പോഴും ആ സൈഡിൽ കൂടെ തന്നെ കയറ്റി ഇറക്കി വിടാൻ ശ്രമിക്കണം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു വളഞ്ഞ് പോകുന്ന സ്റ്റൈല് കിട്ടത്തില്ല. അപ്പം നമുക്ക് അതാണ് ഇതിനെ വിപ്പിഡ് എന്ന് പറയുന്നതിന് കാരണം. ഈ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന ഒരു സ്റ്റൈലാണ് ഇതിനുള്ളത്. അപ്പം ഞാനിതിൽ ആദ്യം ചെയ്തപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭംഗി കുറയ്ക്കും. അടുപ്പിച്ച് ചെയ്താൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് നമ്മൾ എടുക്കുന്ന സ്ട്രാൻസയുടെ നീളം കുറച്ച് ചെറുതാക്കി അത് കൂടുതൽ ഭംഗി തരും. അപ്പോൾ അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ സെറ്റാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് വരുന്നുണ്ടാവുക ഏകദേശം ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലുള്ള മോർ വീഡിയോസിനൊക്കെ ആയിട്ടും ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. സോ ബൈ.